ഒരു അന്തർദേശീയ വാർത്തയുടെ വിവരങ്ങളിലേക്ക് പോകാം. റഷ്യൻ സൈന്യത്തിലുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങൾ ആന്റണി ജിസ് ജോർജ് നൽകും. ആന്റണി, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്? റഷ്യൻ പ്രസിഡന്റുമായ കൂടിക്കാഴ്ചയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ ധാരണയായി? തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച ഒരു വലിയ നയതന്ത്ര വിജയം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം നിരവധി പേരെ ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട റഷ്യയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ ജോലി അടക്കം വാഗ്ദാനം ചെയ്താണ് കേരളത്തിൽ നിന്നടക്കം, നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്നടക്കം നിരവധി യുവാക്കൾ റഷ്യയിലേക്ക് പോവുകയും പിന്നീട് അവിടെ സൈന്യത്തിൽ അവരെ ചേർക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവർ പലരും ഈ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ സേനയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു നില കൂടിയുണ്ട്. ഇവരെയൊക്കെ മോചിപ്പിക്കുന്നതിനു വേണ്ടി കുടുംബങ്ങളടക്കം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രണ്ടും ഇന്ത്യക്കാർ ഈ യുദ്ധത്തിൽ മരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ മോദിക്ക് പുടിൻ അവിടെ ഒരു അത്താഴ വിരുന്ന് നൽകിയിരുന്നു. ആ അത്താഴ വിരുന്നിൽ ഈ സൈനികരുടെ കാര്യം പ്രധാനമന്ത്രി ഉന്നയിച്ചത്, അവരെ മോചിപ്പിക്കണം എന്നുള്ളൊരു കാര്യം ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിലവിലുള്ള എല്ലാവരെയും മോചിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ സൈന്യത്തിൽ നിന്ന് തിരിച്ചയക്കാനുള്ള ഒരു തീരുമാനം റഷ്യ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളായി യുക്രൈൻ യുദ്ധം ശക്തമായി തന്നെ ഏതാണ്ട് 2 വർഷത്തിലേക്ക് അടുക്കുകയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം. അതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നടക്കം ഇത്തരത്തിൽ ആളുകളെ ജോലിക്ക് എന്ന പേരിൽ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും പിന്നീട് സൈന്യത്തിൽ ചേർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് പലരും അവിടെ വലിയ ദുരിതമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരുടെ വെളിപ്പെടുത്തലുകളടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് പുറത്തു വന്നത്. ഏതാണ്ട് 40ഓളം പേർ ഇത്തരത്തിൽ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവരെ എല്ലാം ഇപ്പോൾ ഈ റഷ്യൻ സൈന്യത്തിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലേക്ക് അയക്കാം എന്നുള്ളൊരു ധാരണയാണ് ഇരു നേതാക്കളും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറെ കാലങ്ങളായി അല്ലെങ്കിൽ ഈ പ്രശ്നം ഉയർന്നു വന്ന ഘട്ടം മുതൽ തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു നിലപാടോ അല്ലെങ്കിൽ അത്തരം ഈ നടപടികളോ കേന്ദ്ര സർക്കാർ നടത്തി വന്ന നയതന്ത്ര ഇടപെടലിന് ഫലം കണ്ടിരിക്കുകയാണ്. റഷ്യൻ സൈന്യത്തിലുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കും. വിവരങ്ങളാണ് ആന്റണി നൽകിയത്.